വളരെയേറെ പ്രത്യേകതകൾ ഉള്ള ഒരു കേസാണ് ഷാബാസ് ഷെരീഫ് കൊലപാതകം. മൃതദേഹമോ ശരീരഭാഗങ്ങളോ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ കൊലക്കേസ്. ഇപ്പോൾ കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. 42 മുടിനാരുകളിൽ നിന്നാണ് കേസ് തെളിയിക്കാൻ പോലീസിനായത്. കൊലപാതകം നടന്ന് 4.5 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷം 9 മാസം തടവ് ശിക്ഷ. രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 8 വർഷം 9 മാസം തടവ്. ആറാം പ്രതി നിഷാദിന് 5 വർഷം 9 മാസം തടവ് ശിക്ഷ. ഒന്നാം പ്രതി 2 ലക്ഷം രൂപയും 2ഉം 6ഉം പ്രതികൾ 15,000 രൂപയും പിഴയടയ്ക്കണം. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 13 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ 3 പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മതിയായ തെളിവുകളുടെ അഭാവത്തിൽ 9 പേരെ കോടതി വെറുതെ വിട്ടു. ഒരു പ്രതി മരണപ്പെട്ടു. 2019 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ കൃത്യം നടന്നത്. മൈസൂരു രാജീവ് നഗറിൽ ചികിത്സ നടത്തിയിരുന്ന നാട്ടുവൈദ്യനായിരുന്നു ഷാബാസ് ഷെരീഫ്. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് ഷെരീഫിനെ കുറിച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ധാരാളം ആളുകൾ ഷാബാസ് ഷെരീഫിന്റെ ചികിത്സ തേടി എത്തിയിരുന്നു. ലോഡ്ജിൽ താമസിക്കുന്ന വൈദികന് ചികിത്സ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷൈബിനും കൂട്ടരും ഷെരീഫിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയത്. മൂലക്കുരുവിനുള്ള ഒറ്റമൂലി രഹസ്യം ചോർത്തി മരുന്ന് വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി 1 വർഷത്തിലധികം ഷൈബിന്റെ നിലമ്പൂരിലെ വീട്ടിൽ ഷെരീഫിനെ തടവിൽ പാർപ്പിച്ചു. എന്നാൽ ഒറ്റമൂലിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഷെരീഫ് തയ്യാറായില്ല. രഹസ്യം വെളിപ്പെടുത്താതെ വന്നതോടെ 1 വർഷം ക്രൂരമായ മർദ്ദനമുറ തുടർന്നു. ഷൈബിന്റെ വീട്ടിലെ 1-ാം നിലയിൽ പ്രത്യേകം തയ്യാറാക്കിയ മുറിയിൽ ചങ്ങലയിൽ ബന്ധിച്ചായിരുന്നു കൊടിയ മർദ്ദനം. 2020 ഒക്ടോബർ 8-ന് മർദ്ദനത്തിനിടയിലാണ് ഷാബാസ് ഷെരീഫ് കൊല്ലപ്പെട്ടത്. തെളിവ് നശിപ്പിക്കുന്നതിനായി ഷൈബിന്റെ വീട്ടിലെ കുളിമുറിയിൽ വെച്ച് മൃതദേഹം വെട്ടിനുറുക്കുകയായിരുന്നു. തുടർന്ന് ശരീരഭാഗങ്ങൾ പ്ലാസ്റ്റിക് കവറിലാക്കി ഷൈബിൻ തന്റെ ആഡംബര കാറിൽ കൊണ്ടുപോയി ചാലിയാർ പുഴയിൽ എടവണ്ണ ഭാഗത്തെ പാലത്തിന് സമീപത്തായി എറിഞ്ഞതായി അന്വേഷണത്തിൽ കണ്ടെത്തി. വെട്ടിമുറിക്കാനുള്ള കത്തിയും മരക്കഷ്ണവും പ്രതികൾ നിലമ്പൂരിൽ നിന്ന് സംഘടിപ്പിച്ചു. പിന്നീട് പ്രതികൾ തമ്മിൽ ഉണ്ടായ ഭിന്നത കേസിൽ നിർണായകമായി. 2022 ഏപ്രിൽ 20-ന് വീട്ടിൽ കയറി ഒരു സംഘം തന്നെ മർദ്ദിച്ചതായി ഷൈബിൻ പോലീസിൽ നൽകിയ പരാതിയാണ് കൊലപാതക കേസിലേക്ക് അന്വേഷണം എത്തിച്ചത്. ഷൈബിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ 5 പ്രതികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഷൈബിന്റെ ഭാഗത്തു നിന്ന് വധഭീഷണി ഉണ്ടെന്നും ഷൈബിനെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് തീ കൊളുത്തി ആത്മഹത്യാ ശ്രമം നടത്തി. ഈ സംഭവത്തിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് 5 പേരെ കസ്റ്റഡിയിലെടുത്ത് നിലമ്പൂർ പോലീസിന് കൈമാറി. ഇവരെ ചോദ്യം ചെയ്തതോടെ ഷാബാസ് ഷെരീഫ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയായിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട നൌഷാദ് ഷാബാസ് ഷെരീഫിനെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവ് പോലീസിന് കൈമാറുകയും ചെയ്തു. കൊലപാതകം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തത്. മുൻ മലപ്പുറം SP S സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു. എന്നാൽ മൃതദേഹം കൊത്തിനുറുക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടം കണ്ടെത്താനായില്ല. എന്നാൽ തൃശൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സയന്റിഫിക് ഓഫീസർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ 2 ദിവസമാണ് 1-ാം പ്രതി ഷൈബിന്റെ വീട്ടിലും ആഡംബര വാഹനത്തിലും പരിശോധന നടത്തിയത്. പരിശോധനയിൽ 42 മുടിനാരുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഈ മുടിയിഴകളിൽ നിന്ന് കോശങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന ഭാഗമായ മൈറ്റോകോൺട്രിയയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന DNA ഷാബാസ് ഷെരീഫിന്റെ സഹോദരന്റെയും സഹോദരി പുത്രന്റെയും DNAയുമായി ഒത്തുനോക്കി. ഫലം പോസിറ്റീവായതോടെ മരിച്ചത് ഷാബാസ് ഷെരീഫ് തന്നെയെന്ന് തെളിഞ്ഞു. കേസിൽ മാപ്പ് സാക്ഷിയായ നൌഷാദ് നൽകിയ ദൃശ്യങ്ങളും തെളിവായി. ഷെരീഫിന്റെ ഭാര്യയും പ്രതികളെ തിരിച്ചറിഞ്ഞു. 2024 ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്. വിചാരണയുടെ ഭാഗമായി 80 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. മൃതദേഹമോ ശരീരാവശിഷ്ടങ്ങളോ ഇല്ലാതെ കുറ്റകൃത്യം കണ്ടെത്താനായത് അന്വേഷണ സംഘത്തിന്റെ മികവാണെന്ന് പ്രോസിക്യൂട്ടർ EM കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. സാധാരണ നിലയിൽ നല്ല കടുത്ത ശിക്ഷ തന്നെ ഈ കേസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ചില വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ചില ആളുകൾ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് വിട്ടുപോയില്ല. അപ്പോൾ അതിനും കൂടി പരിഗണിച്ചുകൊണ്ട് മൊത്തം ഇത് പരിശോധിച്ച് അപ്പീലിൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ശരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് പറയാൻ. വെല്ലുവിളികൾ മറികടന്ന് ശൂന്യതയിൽ നിന്ന് കുറ്റകൃത്യം തെളിയിക്കാനായതിന്റെ സന്തോഷത്തിലാണ് പോലീസും. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സെക്കൻഡറി എവിഡൻസിന്റെ അടിസ്ഥാനത്തിലും സയന്റിഫിക് എവിഡൻസിന്റെ അടിസ്ഥാനത്തിലും പ്രതികളെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതില് എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു. അന്വേഷണ സംഘം പ്രതികൾക്കെതിരെ ചുമത്തിയ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തടവിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ കോടതി ശരിവയ്ക്കുകയായിരുന്നു. മൃതദേഹമില്ലാതെ വളരെ വർഷങ്ങൾക്ക് ശേഷം നിഷ്ഠൂരമായ കൊലപാതകം തെളിയിക്കാനായ കേരള പോലീസിന്റെ മികവ് തന്നെയാണ് ഈ കേസിന്റെ വിജയം.